സോ ഗൈസ് അസ്സലാമു അലൈക്കും. ഇന്നിപ്പം വന്നിട്ടുണ്ടായത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 1 ആയിട്ട് ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോൻ്റെ ഡീറ്റെയിൽ ഇട്ടിട്ടുണ്ടായിട്ടില്ലേ, അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു വീഡിയോ. ഞാൻ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഏത് പോർഷനാണ് എടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഏതോ ഫസ്റ്റ് വന്നിട്ടുണ്ടായത് കട്ടിങ്ങിന്. ഇതിപ്പം വന്നിട്ടുണ്ടായത് ലൈനിങ്ങിൻ്റെ ക്ലോത്താണ്, അതായത് നമ്മൾ സ്റ്റിഫ് നെറ്റ് ആഡ് ചെയ്യേണ്ട ആ ഒരു ക്ലോത്താണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ആ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്താ പറയുക, വീഡിയോ സ്റ്റാർട്ട് ചെയ്തതല്ലേ, അപ്പോൾ എന്താ പറയുക, നൂല് പൊട്ടലും നൂല് കുടുങ്ങലും സുന്നത്താണ്. വീഡിയോ എടുക്കുന്ന മെഷീന് കാര്യമായിട്ട് അറിയാൻ തോന്നുന്നു, എപ്പോൾ ഉള്ളത് തന്നെയാണ് കേട്ടോ. നല്ലധികം വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ നോർമൽ ഒരു ഫ്രോക്കെല്ലാം ഡിസൈൻ ചെയ്യാൻ അറിയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ചെറിയ ഷോർട്ട്സ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നെറ്റിലും പ്രില്ല് ചെയ്ത് ഫസ്റ്റ് ലെയർ പ്രില്ല് ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയർ എന്താ പറയുക, ആ പ്രില്ലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ആ ഒരു രീതിക്ക് തന്നെയാണ് ഇത് പ്ലീറ്റെല്ലാം വെച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിക്കാണ് ചെയ്തിട്ടുണ്ടായത് കേട്ടോ. ഇത് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കുക, ഈ ഒരു ഫ്രോക്കിന് എത്ര നെറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്തിട്ടൊന്ന് കമൻറ്റിൽ ഇടാൻ മറക്കല്ലേ. ഇതിപ്പം വന്നിട്ടുണ്ടായത് 1 ഇയർ ബേബിൻ്റെ ഒരു ഫ്രോക്കിൻ്റെ സൈസാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് ഗസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കില്ലേ. നെക്സ്റ്റ് ഞാൻ ഈ ഒരു നെറ്റിൻ്റെ 2 ലെയറിൽ ഇതേപോലെ എന്ത് പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാലും അല്ലെങ്കിലും ഞാൻ കുറച്ചധികം നെറ്റ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു രീതിക്കാണ് നമ്മളെ ഫൈനൽ ബോട്ടം പാർട്ട് വരുന്നത്. ഇതിലൊരു മിറ്റുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നോർമൽ ബോഡി കട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ കസ്റ്റമർ അയച്ച ഫോട്ടോസിൽ സ്ട്രാപ്പാണ് വരുന്നത്. അപ്പോൾ ലൈനിങ് കൂടുതൽ ഉണ്ടായത് കൊണ്ട് ഞാൻ പെട്ടിട്ടില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പെട്ടേനെ. നമ്മൾ കറക്റ്റ് ക്ലോത്ത് നമ്മൾ ആ കളറിന് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്കാണ് നമ്മൾ നെക്ക് പോർഷനിൽ എത്രയാണോ വേണ്ടത് നെക്കിൻ്റെ ലെങ്ത്ത്, അതിനനുസരിച്ചിട്ട് മേൽഭാഗത്ത് നിന്ന് ഇതേപോലെ കട്ട് ചെയ്തിട്ട് മാറ്റും. നെക്കിൻ്റെ ലെങ്ത്ത് നമ്മൾ എത്രയാണോ കട്ട് ചെയ്തത് അതാണ് നമ്മൾ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ. ഈ ഒരു ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് നമ്മളൊന്ന് കുഴിച്ച് വെട്ടാനുണ്ട്. നമ്മൾ ആം ഹോളിൻ്റെ അടുത്തുനിന്ന് നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ ഉള്ളത്, വിടുത്ത്, ആ വിടുത്തുനിന്ന് ഒന്ന് കേവ് ഷേപ്പിലേക്കായിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ ഈ മാർക്കിങ് ചെയ്തത് നമ്മൾ മുന്നേ കട്ട് ചെയ്തിട്ട് തെറ്റിപ്പോയി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു ക്ലോത്തിലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിന്. ഞാനിപ്പം ചെയ്യുന്നതില്ലേ, അതാണ് ഞാൻ എൻ്റെ മെഷർമെൻറ്റിനനുസരിച്ചിട്ട് ഞാൻ ഷോൾഡർ കട്ട് ചെയ്തിട്ട് മാറ്റിയത്. ഈ ഒരു ഫോൾഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചിരുന്നത് ഇതാണ് സ്ട്രാപ്പ്. അപ്പം നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് എത്രയാണോ എടുത്തിട്ടുണ്ടായത് ആ ഒരു ലെങ്ത്ത് തന്നെയാണ് സ്ട്രാപ്പ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. എല്ലാ ഫ്രോക്കിനും അങ്ങനെ തന്നെയാണ് വരുന്നത്. സാറ്റിൻ ക്ലോത്തിൻ്റെ മേലിൽ നമ്മൾ ലൈനിങ് പോർഷൻ, അതായത് ഫ്രണ്ട് പോർഷൻ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്ട്രാപ്പില്ലേ, ആ സ്ട്രാപ്പ് ഞാൻ ഇപ്പോൾ 5 ഇഞ്ചിലാണ് എടുത്തിട്ടുണ്ടായത്. അത് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ മേലിൽ, അതായത് നെക്ക് പോർഷൻ നല്ല ഭാഗത്ത് വെച്ചിട്ട് ഈ ഒരു സ്ട്രാപ്പ് ആദ്യം നമ്മൾ ആ ഒരു കോർണറിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റും. അതുപോലെ തന്നെ നെക്സ്റ്റ് സെക്കൻഡ് സ്ട്രാപ്പും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റും കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് അതിൻ്റെ മേളിൽ ഈ ഒരു സ്റ്റിച്ച് ചെയ്ത പോലെ നമ്മൾ നെക്കെല്ലാം തിരിച്ചിടാൻ സ്റ്റിച്ച് ചെയ്യുന്നില്ലേ, അതേപോലെ ഈ ലൈനിങ് ഈ ആം ഹോളിൻ്റെ അടുത്ത് നിന്ന് അതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നെക്ക് പോർഷനിലേക്കും അതേപോലെ വന്നിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റാൻ. സ്റ്റിച്ചിങ് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഓരോരോ കട്ടിങ് കൊടുക്കും കേട്ടോ. എന്നാലും നമ്മൾ തിരിച്ചിടുമ്പം നമുക്ക് ആ ഒരു രീതിയിൽ ഫിനിഷിങ്ങിൽ കിട്ടത്തുള്ളൂ. അത് ഈ കട്ട് ചെയ്തെല്ലാം മാറ്റിയതിന് ശേഷം നമ്മളൊന്ന് തിരിച്ചിട്ട് ഇതേപോലെ മാറ്റാൻ. അപ്പോൾ മാറ്റുമ്പോൾ നമ്മൾ ആ സ്ട്രാപ്പ് ഒന്ന് വലിച്ചു പിടിച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള കോർണറിൽ നിന്ന് കറക്റ്റായിട്ട് അത് ലെവലിൽ നിന്നോളൂ കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഈ ഒരു രീതിക്കാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായത്. ഇനിയാണ് കളികളുടെ പൂരം എന്ന് പറഞ്ഞതുപോലെ എപ്പോഴും എൻ്റെത് എപ്പോഴും എന്ന് പറഞ്ഞാൽ എന്നാലും തെറ്റാറുണ്ട് കേട്ടോ. തെറ്റാറില്ലാതെ ഞാൻ എന്നെ പുകഴ്ത്തിയിട്ട് പറയലൊന്നുമില്ല. നമുക്കൊന്നും വലിയ അറിവും കാര്യങ്ങളൊന്നും ഇല്ലാതെ എപ്പോഴും ഞാൻ പറയാറുണ്ട്. നമ്മളിങ്ങനെ ഓരോ മോഡൽ കാണുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പോകണമെന്നില്ല, ഒരു ഭയങ്കര ആഗ്രഹത്തിലെല്ലാം ചെയ്തു പോകുന്നതാണ്. മാഷാ അല്ലാഹ്, ഫൈനൽ റിസൾട്ട് ഞാൻ ഉദ്ദേശിച്ച പോലെ എന്തായാലും ആവലുണ്ട് എന്നാണ് എൻ്റെ ഒരു
വിചാരം അല്ലേ. അതിന് തെറ്റാനുള്ള മെയിൻ കാരണം ഇതുപോലെ മെയിൻ ക്ലോത്തിൻ്റെ മേൽ സ്ട്രാപ്പ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ പറയുക ഫ്രണ്ട് പോർഷന് അതുപോലെ തന്നെയല്ലേ ചെയ്തിട്ടുണ്ടായത്. മെയിൻ ഫ്രണ്ട് പോർഷൻ്റെ മേൽ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ചിട്ട്, അതേപോലെ തന്നെ ബാക്ക് സൈഡും ഫ്രണ്ട് പോർഷൻ്റെ മേൽ സ്ട്രാപ്പ് വെച്ച് ലൈനിങ് വെച്ച് തിരിച്ചിടുമ്പോൾ കോലം എങ്ങനെ ഉണ്ടാവല്, ഈ ഒരു രീതിക്കാണ് ഉണ്ടാവല്. ഞാൻ കാണിച്ചു തരാം, വെയിറ്റ്. ഭയങ്കര സ്പീഡിൽ സ്റ്റിച്ചിങ് ആണ്. എന്തെന്ന് വെച്ചാൽ പിന്നെ ഡൗൺ പാർട്ടെല്ലാം ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്തില്ല, ബോഡി പാർട്ടെല്ലാം ആ സംഭവം കഴിഞ്ഞില്ല. ആ ഒരു രീതിക്ക് എല്ലാം സ്പീഡിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ചിടുമ്പോഴത്തേക്കല്ലേ സംഭവം ഇങ്ങനെ അതും പിന്നെ എന്താ പറയുക തെറ്റിപ്പോയി. അപ്പം ഞാനെന്ത് ചെയ്ത് രണ്ടാമത് അതിൻ്റെ മേലെ ആ സ്ട്രാപ്പിൻ്റെ സൈഡ് മാത്രം 1-2-3 സ്റ്റിച്ച് ഇളക്കി മാറ്റി, എന്നിട്ട് അതിൻ്റെ മേലിലേക്ക് കൂടി ഇപ്പുറത്തെ സൈഡിലേക്ക് കൂടി ആ ഒരു സ്ട്രാപ്പ് ഇട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു രീതിക്ക് രണ്ടാമത് ചെയ്ത്. അതായത് ശരിക്കും വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ വേണ്ടിക്ക്. രണ്ടാമത്തെ ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ്ങിൻ്റെ മുകളിലാണ് ഫസ്റ്റ് സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റിയിട്ട് മെയിൻ ക്ലോത്ത് തിരിച്ചിട്ടിട്ടുണ്ടത്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായത് മെയിൻ ക്ലോത്തിൻ്റെ മേലിൽ, അതായത് ഫ്രണ്ട് പോർഷൻ ചെയ്തത് മെയിൻ ക്ലോത്തിൻ്റെ മേളിൽ സ്ട്രാപ്പ് വെച്ചിട്ട് ലൈനിങ് തിരിച്ചിട്ടിട്ട്, സെക്കൻഡ് ചെയ്യേണ്ടത് ലൈനിങ്ങിൻ്റെ മേളിൽ സ്ട്രാപ്പ് വെച്ചിട്ട് മെയിൻ ക്ലോത്ത് തിരിച്ചിട്ടിടുക. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ വീഡിയോ ഒന്ന് ബാക്കോട്ടൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. എന്തായാലും തെറ്റാൻ ചാൻസ് ഉണ്ട്, എത്ര സ്റ്റിച്ച് ചെയ്യുന്നവർക്കും തെറ്റലുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം നമ്മൾ കുറേ ഷോർട്സും റീലെല്ലാം കാണുന്നവരല്ലേ, ഈ അബദ്ധങ്ങൾ പറ്റിയിട്ട് ഒരു കോമഡി ഷോർട്സ് പോലെല്ലാം ആയിട്ട് കുറേ ആൾ ഇട്ടിട്ടൊന്നും കാണാം. പക്ഷേ ചില ആൾ റീൽസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണോന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ സംഭവം നമ്മളെ ഈ ഒരു ബോഡി പോർഷൻ സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ടായിന്. അപ്പം നമ്മൾ ആ സ്ട്രാപ്പ് ഇതേപോലെ വലിച്ചു പിടിച്ചതിന് ശേഷം, വലിച്ചു പിടിക്കൽ എന്ന് പറഞ്ഞാൽ 1.5 വലിയതും പിടിച്ചേക്കല്ല, ലാസ്റ്റ് അത് എന്താ പറയുക ലൈനിങ്ങിൻ്റെ മേലിൽ നിന്ന് പോകുന്നു. ഞാൻ എന്താ പറയുക നോർമൽ ലൈനിങ് അല്ല യൂസ് ചെയ്യുന്നത്, കുറച്ച് നല്ല ഒരു ക്വാളിറ്റിയില്ല തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പിന്നെ വന്നിട്ടുണ്ടായത് നമ്മളെ ബോഡി പാർട്ടിൻ്റെ സൈഡിൽ, അതായത് ഷേപ്പിംഗ് ചെയ്യുന്ന സൈഡ് നമ്മൾ ഹൈഡായിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നുള്ള ഒരു മെത്തേഡാണ്. അതിൽ ഞാൻ ഇതിൻ്റെയും ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിന്, അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുക. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിന് കേട്ടോ. അത് പിന്നെ ഈ ഒരു യെല്ലോ ഫ്രോക്കിൻ്റെ തന്നെയാണ് ചെയ്തിട്ടുണ്ടായത്. ഇപ്പം നെക്കും ആം ഹോളും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടായിട്ടില്ലേ, ആ ലൈനിങ്ങും മെയിൻ നെറ്റും അത് രണ്ടും കൂടിയിട്ട് ഒരേ രീതിക്ക് വരുന്നത് പോലെ ഇതേപോലെ കൂട്ടിപ്പിടിച്ചിട്ട് നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു സ്റ്റിച്ച് ഉണ്ടാവില്ലേ, ആ സ്റ്റിച്ചിലേക്ക് ഒരു സൂചി ഇതേപോലെ പിൻ ചെയ്തിട്ട് മാറ്റാൻ. അപ്പം സൂചി പിൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ആം ഹോളിൻ്റെ ആ ഒരു ലൈനില്ലേ, മെയിൻ ക്ലോത്തിൻ്റെയും ലൈനിങ്ങിൻ്റെയും ആ ഒരു സെൻറ്റർ പോർഷന് കറക്റ്റ് തന്നെയോന്ന് നോക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. എന്നാൽ നമ്മൾ തിരിച്ചിടുമ്പോൾ നമ്മൾ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഒരേ രീതിയിൽ കിട്ടും കേട്ടോ. അപ്പം നമ്മൾ മെഷർമെൻറ്റ് എങ്ങനെയാണുള്ളത് അതിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ സ്ട്രൈറ്റായിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റാൻ കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് തിരിച്ചിടുമ്പോഴത്തേക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും. സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കാണ് കിട്ടുക. ഇനി നമ്മൾ ആ മെയിൻ ക്ലോത്തും ആം ഹോളിൻ്റെ ആ ഒരു ഷേപ്പ് ചെയ്ത ഭാഗം ഉണ്ടാവില്ലേ, ആ മെയിൻ ക്ലോത്തും ലൈനിങ്ങും സെപ്പറേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ ഇതേപോലെ ഒന്ന് ടക്കിങ് ചെയ്തിട്ട് മാറ്റാൻ കേട്ടോ. അപ്പം മാറ്റിയതിന് ശേഷം നമ്മൾ ആം ഹോൾ എത്രയാണോ ഉണ്ടായത് ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് നോക്കാൻ. എല്ലാം നമ്മൾ ഹൈഡായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ എല്ലായിടത്തും മെഷർമെൻറ്റ് കറക്റ്റ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ ഡബിൾ പണി കിട്ടും. കാരണം നമ്മൾ അത് തുന്നയിച്ചിട്ട് മാറ്റാൻ ഭയങ്കര പാടാണ് കേട്ടോ. നെക്സ്റ്റ് സൈഡും അതേപോലെ തന്നെ ഈ നമ്മളെ ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതേപോലെ നിവർത്തി വെച്ചതിന് ശേഷം സൂചി ഇതേപോലെ പിൻ ചെയ്തിട്ട് മാറ്റുക. മെഷർമെൻറ്റ് എത്രയാണോ ഉള്ളത് അതുപോലെ കറക്റ്റായിട്ട് സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് പോവുക. ഓക്കെ, എന്നിട്ട് ഇതേപോലെ തന്നെ തിരിച്ചിട്ടതിന് ശേഷം ആ ഒരു സൈഡിൽ ഇതേപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കാൻ കേട്ടോ.
രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ തലമുണ്ടൊക്കെ തരും. അല്ല പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പോൾ നല്ല സങ്കടം കേട്ടോ. പിന്നെ ഇപ്പം അതിൻ്റെ ഉൾഭാഗം ഈ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പം എന്ത് വർക്കുള്ള മെറ്റീരിയലും നമുക്ക് ഈ കുട്ടികൾ ഇടുന്നില്ല എന്നുള്ളൊരു പരാതി ഇതോടെ തീർന്നിക്കണം കേട്ടോ. ഈ ഒരു സ്റ്റൈല് നിങ്ങൾ എന്തായാലും ചെയ്തോട്ടോ. ഓക്കെ, ബോഡി പാർട്ടെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾക്ക് നൂലും കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് മാറ്റിയിട്ട് അത് മാറ്റി വെക്കുക. ഇനി ബോട്ടം പാർട്ടാണ് നമ്മൾക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. ബോഡി പാർട്ട് ഇതുപോലെ ഹൈഡായിട്ട് ചെയ്യുന്നത് ഞാൻ വേറൊരു ബ്ലൂ ഷെയ്ഡിൻ്റെ ഫ്രോക്ക് ചെയ്യുമ്പോൾ അത് വേറെ മെത്തേഡിലാണ് ചെയ്തിട്ടുണ്ടായിന്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ഞാൻ വേറൊരു എന്താ പറയുക റെഡിമെയ്ഡ് ലുക്കിലും ചെയ്യാറുണ്ട്. ആ ഒരു രീതിയാണ് ഈ ഒരു രീതി കേട്ടോ. ഓക്കെ, അന്ന് പറഞ്ഞത്. അപ്പം നമ്മൾക്ക് ലൈനിങ്ങെല്ലാം ബോട്ടം പാർട്ടിൻ്റെ ഇതേപോലെ ലൈനിങ്ങെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡിൽ ഹൈഡായിട്ട് ചെയ്തതുപോലെ തന്നെ വേസ്റ്റ് ഭാഗത്തും അതേപോലെ ഹൈഡായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് നെക്സ്റ്റ് വന്നിട്ടുണ്ടായത്. നമ്മൾ ലൈനിങ്ങെല്ലാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റിയതിന് ശേഷം, അതായത് സാറ്റൻ ലൈനിങ് ബോട്ടം പാർട്ടിൻ്റെ ഫ്രണ്ട് സൈഡും നമ്മളെ ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് സൈഡും ഒരേ രീതിക്ക് വരുന്ന ഒരു രീതി, അതായത് നല്ല ക്ലോത്തും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റാൻ. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പം ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് സ്റ്റിഫ് നെറ്റാണ്. ഇനി സിബ് വെക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബോഡിയിൽ കറക്റ്റ് തന്നെയോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിൻ ചെയ്തിട്ട് മാറ്റിയതാണ്. ബോട്ടം പാർട്ടിൻ്റെയും ബോഡി പാർട്ടിൻ്റെയും ലൈനിങ് സെപ്പറേറ്റ് മുകളിലേക്ക് പൊന്തിച്ച് വെച്ചതിന് ശേഷം മെയിൻ ക്ലോത്തിൻ്റെ മേലാണ് ഫസ്റ്റ് സിബ് സ്റ്റിച്ച് ചെയ്യാറുള്ളത്. ആ ഒരു വീഡിയോ സ്റ്റിഫ് നെറ്റ് വെക്കുന്ന വീഡിയോ മിസ്സായിപ്പോയി, സോറി, ക്ഷമിക്കണം. പിന്നെ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ സിബ് അറ്റാച്ച് ചെയ്യുന്ന വീഡിയോ എന്തായാലും ഇടാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പരിഹാരം അതോടെ തീരുമല്ലോ. മെയിൻ ക്ലോത്തിൻ്റെ മേലെ നമ്മൾ ഫസ്റ്റ് സിബ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ പറയുക ലൈനിങ്ങിലേക്ക് അത് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ പോർഷനും ആം ഹോളിലും നമ്മൾ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റുന്നില്ലേ, അതുപോലെ തന്നെയാണ് മെയിൻ ക്ലോത്തിൻ്റെ മേലെ നമ്മൾ ഫസ്റ്റ് സിബ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ നെക്ക് പോർഷൻ്റെ അവിടുത്തെ തന്നെ ഈ കോട്ടൺ ലൈനിങ് അടിഭാഗത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് താഴോട്ടേക്ക് പോകാൻ, എന്നിട്ടത് തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മുന്നിൽ നമ്മൾ ഈ വേസ്റ്റ് ഭാഗത്ത് എന്തെങ്കിലും കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് നമ്മൾ പ്രിൽസിട്ട് ചെയ്തതല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെയെല്ലാം കട്ട് ചെയ്തിട്ട് മാറ്റാൻ, അല്ലെങ്കിൽ നമ്മൾ സിബ് നമ്മൾ മുകളിലേക്ക് പൊന്തിക്കുമ്പം ഒരു ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. വർക്ക് മെറ്റീരിയൽ ആണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പം സിബ് നമുക്ക് അത്ര ഹൈഡായിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ക്ലോത്തിൻ്റെ കളറ് അനുസരിച്ചിട്ട് തന്നെ സിബ് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഈ ഒരു രീതിക്കാണ് സിബ് വന്നിട്ടുണ്ടായത്. നമ്മൾ എല്ലാം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ നോർമലി സംസാരിക്കുന്ന ഒരു രീതിക്കാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായത്. അതിനുശേഷം നമ്മൾ ലൈനിങ് കാര്യങ്ങളെല്ലാം ഇതേപോലെ പുറത്തേക്ക് എല്ലാം കോർണർ ഭാഗങ്ങളിൽ കറക്റ്റാക്കിയിട്ട് വെച്ചതിന് ശേഷം ലൈനിങ് പോർഷൻ സിബ് എല്ലാം കറക്റ്റ് തന്നെയോ നോക്കാൻ വേണ്ടിക്ക് ഇതേപോലെ ഒന്ന് ലൈനിങ് ഉള്ളിലേക്ക് പിന്നെ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഈ സിപ്പ് കറക്റ്റ് തന്നെയോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിന്നെ മേലോട്ടേക്ക് പൊന്തിച്ചെടുക്കുക കേട്ടോ. ഫസ്റ്റിൽ എൻ്റെ കുറേ അബദ്ധം പറ്റിയിട്ടുണ്ടായിന്. ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ സിബ് പൊട്ടി. അപ്പോൾ എന്താ ഒരു അവസ്ഥ, ആലോചിക്കാനും കൂടി പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. കാരണം നമ്മൾ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് പോയിട്ട് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിക്ക് സിബെല്ലാം വെച്ചതിന് ശേഷമല്ലേ നമുക്കത് നോക്കാൻ പറ്റും. അതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫ്രോക്കിൻ്റെ ഉൾഭാഗം ഈ ഒരു രീതിക്കാണ് മൊത്തത്തിൽ ഹൈഡായിട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പം വർക്ക് മെറ്റീരിയലും കാര്യങ്ങളിലും ഉണ്ടെങ്കിൽ നമ്മൾ കുട്ടികൾ ഫ്രോക്ക് ഇടുന്നില്ല എന്നുള്ളൊരു രീതി നിങ്ങൾ ഒന്ന് മായ്ച്ച് കളഞ്ഞേക്കട്ടോ. കാരണം ഈ ഒരു രീതിക്ക് നമ്മൾ കോട്ടൺ ലൈനിങ്ങും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ലൈനിങ്ങാണ് യൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പം ഈ നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടില്ലേ. പിന്നെ ആ ഒരു ഓപ്പൺ ഭാഗങ്ങളിലും നമ്മൾ ഒന്ന് ജോയിൻ ചെയ്തിട്ട് മാറ്റാൻ, അതുപോലെ നെറ്റ് പോർഷനിലും അതേപോലെ ഒരു ഓപ്പൺ ഉണ്ടാവും, അതും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രോക്കിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞ്. അപ്പം ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമല്ലോ അല്ലേ. ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കൂടെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കില്ല.
ഇനിയും ഇതേപോലുള്ള ഫ്രോക്കിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. പിന്നെ ആ ഒരു ഫ്രോക്ക് ഫസ്റ്റ് മോളാണ് ഡമിക്കലും സെറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ നമുക്ക് ഇതേപോലെ പേളും കാര്യങ്ങളും പിന്നെ ബോവും അതെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് മാറ്റാനുണ്ടായി. ഡമ്മിൻ്റെ സൈസ് അല്ലാത്തതുകൊണ്ടാണ് ബാക്കിൽ സിബ് നമ്മൾ ഡമ്മിയിൽ ഇടാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഫൈനൽ റിസൾട്ട് ഈ ഒരു രീതിക്കാണ് വന്നിട്ടുണ്ടായത്. അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല മോഡൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലോ വാട്സപ്പിലോ മെസ്സേജ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസിനും മെസ്സേജ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് ഇതുപോലെയുള്ള ഫ്രോക്കിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.